പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി സർക്കാർ സംവിധാനങ്ങളുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തി. പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷതയിലാണ് വിലയിരുത്തൽ യോഗം ചേർന്നത്. കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. കണിച്ചുകുളങ്ങര ക്ഷേത്രോത്സവത്തിന്റെ മുന്നോടിയായി സർക്കാർ സംവിധാനങ്ങളുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് പി ചിത്തരഞ്ജൻ MLA അധ്യക്ഷതയിൽ കണിച്ചുകുളങ്ങര ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ അവലോകന യോഗം ചേർന്നു. കണിച്ചുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പി ചിത്തരഞ്ജൻ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ശുചീകരണ പ്രക്രിയയുടെ ഭാഗമായി നഗരസഭയുമായി സംസാരിച്ച നഗരസഭയ്ക്കുള്ള മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ക്ഷേത്രപരിധിയിൽ എത്തിക്കുമെന്നും പി ചിത്തരഞ്ജൻ പറഞ്ഞു. നഗരസഭയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഫ്തി പോലീസിന്റെ സാന്നിധ്യവും ഇത്തവണ കൂടുതലായി ഏർപ്പെടുത്തും. 4 ഫീൽഡ് ഓഫീസർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ക്ഷേത്രോത്സവത്തിന്റെ സമയത്ത് പ്രവർത്തിക്കും. KSRTC ആലപ്പുഴ ഡിപ്പോയിൽ നിന്നും ചേർത്തല ഡിപ്പോയിൽ നിന്നും 20 സർവീസുകൾ പ്രത്യേകമായി ഏർപ്പെടുത്തും. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്താൻ തയ്യാറാണെന്നും KSRTC അധികൃതർ പറഞ്ഞു. KEB ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉടൻ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്നും അറിയിച്ചു. ഫയർഫോഴ്സ് ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ നേരത്തെ പൂർത്തിയാക്കി നിർദ്ദേശങ്ങൾ നൽകും. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സഹായവും ഏർപ്പെടുത്തുമെന്ന് ഫയർഫോഴ്സ് വിഭാഗവും അറിയിച്ചു. യോഗത്തിൽ ADM ആശാ C. എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, DYSP മധുബാബു, മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുദർശനബായി, ദേവസ്വം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ചേർത്തല തഹസിൽദാർ KR മനോജ്, ദേവസ്വം സെക്രട്ടറി PK ധനേശൻ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ചേർത്തല.